പ്രിയപ്പെട്ടവരെ, ദീർഘമായിട്ട് എന്തെങ്കിലും പറയുന്നത് അനുചിതമായിരിക്കും എന്നെനിക്കറിയാം. എനിക്ക് ഈ കുട്ടികളോട് അസൂയ തോന്നുകയാണ്. കാരണം ഇത്രയും വലിയ സമ്മാനത്തുകയൊന്നും മേടിച്ചത് കൊണ്ടല്ല. സാനുമാഷിനെ പോലെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രസംഗകൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നാണ് ഇന്ന് നിങ്ങൾ സമ്മാനം ഏറ്റുവാങ്ങിയത്. അത് വലിയ ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇത് ആവർത്തിക്കാനും സാധ്യതയില്ലാത്ത ഒന്നാണ്. നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത് ആവർത്തിക്കട്ടെ. രാവിലെ മുതൽ ഈ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 34ാമത്തെ ചാവറ പ്രസംഗ മത്സരമാണിത്. പക്ഷേ ഇത്രമാത്രം കുട്ടികൾ പങ്കെടുത്ത ഒരു പ്രസംഗ മത്സരം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അതിന് ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഡയറക്ടറോട് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. രാവിലെ നന്നായിട്ട് പ്രസംഗിച്ച ചില കുട്ടികൾ ഫൈനലിൽ വന്നപ്പോൾ അത്രയൊന്നും മികവ് പുലർത്തി കണ്ടില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ തുറക്കാൻ പറ്റില്ല, നമുക്കുള്ളിലുള്ളത് ഭംഗിയായി പറയാൻ പറ്റില്ല. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ കിട്ടുന്ന പ്രതിഭയുടെ ഒരു ശക്തി ഉച്ച കഴിഞ്ഞ് ഉണ്ടാകണം എന്നില്ല എന്ന് നിങ്ങൾ ഓർക്കുക. ഇത് എനിക്ക് രാവിലെ എൻ്റെ കൂടെ ഇരുന്ന ബഹുമാന സുഹൃത്ത് മാധ്യമപ്രവർത്തകനായ ശ്രീജിത്താണ്. അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാം. ശരി. പിന്നെ ഉച്ച കഴിഞ്ഞ് ഈ ഫൈനലിലിരുന്നത് തനൂജ ഭട്ടതിരിയാണ്. നിങ്ങൾക്കറിയാം. ഒപ്പം ഇരുന്നയാൾ അയാൾക്ക് ഓഫീസിൽ പോകാനുള്ള അത്യാവശ്യം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പോയി. അദ്ദേഹം ദീപിക പത്രാധിപ സമിതിയുടെ ചീഫ് സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന സിജോ പൈനാടത്താണ്. ഇനി എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 34 വർഷമായി ഈ മത്സരം നടക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൽ 40 വർഷമായി ഇതുപോലെയുള്ള വേദികളിൽ തകർത്തടിച്ച് പ്രസംഗിച്ച് സമ്മാനങ്ങൾ വാരിക്കുട്ടി കടന്നുപോയ ഒട്ടനവധി ആൾക്കാരുണ്ട്. ഇവരിൽ എത്ര പേര് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പ്രസംഗകരെ കിട്ടാനായിട്ട് ഓടി നടക്കുകയാണ്. നമ്മുടെ ഇവിടെ 8 കോളേജുകളുണ്ട്. എത്ര പേരെ ഒരു സ്റ്റേജിൽ കയറ്റി പ്രസംഗിപ്പിക്കാൻ കൊള്ളാവുന്നവരായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സമ്മാനം മേടിച്ചു മാത്രം പോയാൽ പോരാ. നാളെ നിങ്ങൾ ഈ സാനുമാഷിൻ്റെ കയ്യിൽ നിന്നാണ്, സാനുമാഷിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ സമ്മാനം മേടിച്ചത്. നിങ്ങൾ നാളെ ഭാവിയുടെ വാഗ്ദാനങ്ങളല്ല, നിങ്ങൾ ഭാവി കരിപ്പിടിപ്പിക്കുന്ന വലിയ പ്രസംഗകരായി, സാംസ്കാരിക പ്രവർത്തകരായി നേതൃത്വ ലെവലിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് കടന്നു വരണം. അത് രാഷ്ട്രീയമാകാം, സാഹിത്യമാകാം, കലയാകാം, പല തലങ്ങളുള്ള അവിടെയൊക്കെ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കണം. അല്ലാതെ നമ്മൾക്ക് ഇന്ന് സമ്മാനം കിട്ടി, സന്തോഷം. പക്ഷേ ഈ സന്തോഷത്തിൽ നിൽക്കരുത്. നിരന്തരമായ വായന, നിരന്തരമായ സാധന, ഹാർഡ് വർക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.